നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെയാണ്. നാളെ വൈകിട്ട് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിക്കും. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന. കേരളത്തിൽ ഏപ്രിൽ 15 ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും നാളെ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ പൊതുതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കമ്മീഷൻ വിലയിരുത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. Co-sponsored by Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. 17ാം ലോക്സഭയുടെ കാലാവധി ജൂൺ 15-നാണ് അവസാനിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ ഇതിനുള്ളിൽ പൂർത്തിയാകണം. 2014-19 വർഷങ്ങളിലേതിന് സമാനമായി ഏപ്രിലിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും ഇക്കുറിയും വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ ചേർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തി. നാളെ രാവിലെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ യോഗം തീയതികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് 3 മണിക്ക് വിഖ്യാൻ ഭവനിലാകും പ്രഖ്യാപനം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 7 ഘട്ടങ്ങളിലായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നാളെ മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പുതിയ അംഗങ്ങളായി ജ്ഞാനേഷ് കുമാർ, സുഖ്ബിന്ദർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റു. 2019 തെരഞ്ഞെടുപ്പിൽ 351 സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാർ അധികാരം നിലനിർത്തിയത്. 303 സീറ്റുകളുമായി BJP എന്ന ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. കോൺഗ്രസിന് 52 മണ്ഡലങ്ങളിലായിരുന്നു വിജയം. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിക്കാനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയതിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും അടിയന്തരമായി ഇടക്കാല ഉത്തരവിന് തയ്യാറായില്ല. നിയമനിർമ്മാണ തീരുമാനങ്ങളിൽ സാധാരണ ഇടപെടുന്ന പതിവില്ല എന്നാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടു. സംസ്ഥാനത്ത് ക്രമസമാധാന നില മോശമാണെന്നും ക്രൈസ്തവ പുരോഹിതർ ആക്രമിക്കപ്പെട്ടെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടിയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ലാപ്പിൽ BJP പ്രവർത്തകർ ഊർജ്ജമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. മോദിയുടെ രാഷ്ട്രീയ ഭാഷണം കയ്യടികളോടെയാണ് BJP പ്രവർത്തകർ എതിരേറ്റത്. സ്വാമിയേ ശരണം അയ്യപ്പ, പത്തനംതിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. പത്തനംതിട്ടയിൽ മുൻപത്തെ പോലെ തന്നെ ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. പിന്നെ മലയാളത്തിലുള്ള അഭിസംബോധന. ശേഷം LDF UDF മുന്നണികളെ കണക്കറ്റ് വിമർശിച്ചു. മാറി മാറി ഭരിച്ച മുന്നണികൾ കേരളത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി. ക്രിസ്തീയ പുരോഹിതരെ പള്ളികളിൽ കയറിപ്പോലും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായെന്നും പ്രധാനമന്ത്രി. LDF और UDF ने अपनी आंखें बंद कर रखी है. केरला में कानून व्यवस्था का हाल भी बहुत बुरा है. यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं. ലോക്സഭയിൽ ഇത്തവണ 400 കടക്കുമെന്ന് നരേന്ദ്രമോദി. अब की बार 400 पार. अब की बार ഇത്തവണ 400-ലധികം. പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാണ് പൊതുസമ്മേളനം നടക്കുന്ന പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വേദിയിൽ പ്രഖ്യാപിച്ചു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കൽ BJPക്ക് കുറിയ അഭിമാന പ്രശ്നമാണ്. അതിലുപരി തെക്കേ ഇന്ത്യയാണ് ലക്ഷ്യം. സാധ്യമാകുമോ മോദി നാമത്തിൽ BJPയുടെ മിഷൻ സൗത്ത് ഇന്ത്യ? ടീം 24 പത്തനംതിട്ട. കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി LDFും BJPയും. K. മുരളീധരനായി പരവതാനി വിരിച്ചാണ് താൻ BJPയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. BJPയിലേക്കുള്ള ഒഴുക്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സമസ്തയും രംഗത്തെത്തി.
പത്മജയും പത്മിനിയും ഉദയകുമാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനം UDFന് നൽകിയ തിരിച്ചടി ചെറുതല്ല. നേതാക്കളുടെ ആശങ്കയ്ക്ക് മുകളിലേക്കാണ് പത്മജയുടെ പരസ്യ വെല്ലുവിളി. കെ മുരളീധരനും കോൺഗ്രസ് വിടുമെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ AICC ആസ്ഥാനം പൂട്ടുമെന്നും പത്മജ. അത് കെ മുരളീധരന് അടുത്ത് നിന്നത് മനസ്സിലായിക്കോളൂ. അദ്ദേഹം എന്നെ വളരെ മനസ്സിലാക്കി. എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. CPIMലെയും കോൺഗ്രസിലെയും അസംതൃപ്തരായ നേതാക്കളുമായി ചർച്ചകൾ നടന്നെന്ന് BJP സ്ഥിരീകരിച്ചു. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പട്ടികയിലുണ്ടെന്ന് NDA പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, CPIMലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള അതൃപ്തരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനങ്ങളിൽ ആശ ഇല്ലാതെ ഇനി ആ പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിരവധിയുണ്ട്. അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. താൽക്കാലിക കോപത്തിന്റെ പേരിലാണ് പത്മജയും അനിൽ ആന്റണിയും പാർട്ടി വിട്ടതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അവര് സത്യം പറഞ്ഞ ഒരു താൽക്കാലിക ക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പോയവരാണ്. ഈ പോയത് ശരിയല്ല എന്നവർക്ക് തോന്നണം. അതിനവർക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടണം. ആ ബ്രീത്തിങ് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വീണ്ടും വിചാരത്തോടുകൂടി തന്നെ അവർ കോൺഗ്രസിൽ മടങ്ങി വരും. കോൺഗ്രസിന് അണികളെയും ജനങ്ങൾക്ക് കോൺഗ്രസിനെയും വിശ്വാസമില്ലാതായെന്നും ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് ദുർബലപ്പെട്ടുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന് അണികളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആരാണ് BJPയിലേക്ക് പോകാതിരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ഗ്യാരണ്ടിയില്ല. നേതാക്കളുടെ BJP പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ ഊറ്റിക്കെടുത്തുന്നതാണ് കൂടുമാറ്റമെന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റമെന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPIMലേക്കോ തിരിച്ചുവായിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആഭ്യന്തര വിപണിയിലെ റബ്ബർ വില വർദ്ധിപ്പിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയ്ക്ക് മുകളിലെത്തിയിട്ടും ആഭ്യന്തര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിരുന്നില്ല. RSS 1 മുതൽ RSS 4 വരെയുള്ള റബ്ബർ ഷീറ്റിനാണ് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് ഏർപ്പെടുത്തിയത്. 1 കിലോയ്ക്ക് 5 രൂപ എന്ന നിരക്കിലാണ് കയറ്റുമതി ഇൻസെന്റീവ്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. For export of rubber sheets, he has announced ₹5 per kg for short time for this scheme period for at least a quarter up to June 2024. കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് കയറ്റുമതിക്കാരുമായും ഡീലേഴ്സുമായും ചർച്ച നടന്നു. ഉൽപാദനക്കുറവ് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കയറ്റുമതിക്കാർ പറഞ്ഞു. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടർക്ക് കിലോഗ്രാമിന് 5 രൂപ വെച്ച് ഇൻസെന്റീവ് കൊടുക്കുക. ഷീറ്റ് റബ്ബറിന് ലാറ്റക്സിന് നിലവിൽ 2 രൂപ വെച്ച് കിലോയ്ക്ക് ഉണ്ടായിരുന്നു. അത് തുടരും. എത്ര വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ. കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് റബ്ബർ ബോർഡ് ശ്രമിക്കുന്നത്. അപ്പം ഇനി ഒരാൾക്ക് കുറച്ച് റബ്ബറെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളതിലും അദ്ദേഹത്തിനും ആ എക്സ്പോർട്ടർക്കും ഈ 2 ലക്ഷം രൂപയുടെ പരിധിയിൽ കൊണ്ടുവരും. ജൂൺ വരെയാണ് ഇൻസെന്റീവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റത്തിനനുസരിച്ച് ഇൻസെന്റീവ് തുടരണമോ എന്ന കാര്യത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് 200-ന് മുകളിലെത്തിയിട്ടും ആഭ്യന്തര വിപണിയിൽ വില വർദ്ധിച്ചിരുന്നില്ല. ഇത് കർഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ടോബി ജോൺസൺ, 24 കോട്ടയം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു കൂടി അനുവദിച്ചു. 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 3200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതം ലഭിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കി. റാലിക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. കന്യാകുമാരിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ DMK പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 18-ന് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെ 4 കിലോമീറ്ററിലാണ് റാലി നിശ്ചയിച്ചിട്ടുള്ളത്. 1998-ലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയുണ്ടായ സ്ഫോടനവും പൊതുപരീക്ഷയും ഫ്ലെക്സ് നിരോധനവുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോയമ്പത്തൂർ സിറ്റി പോലീസ് അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച BJPക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചു.
റാലിക്ക് അനുമതി നൽകണമെന്നും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പോലീസിനോട് നിർദ്ദേശിച്ചു. തമിഴ് സഹോദര സഹോദരികളെ വണക്കം. ഇന്ന് കന്യാകുമാരിയിൽ നടന്ന റാലിയിൽ DMK ഇന്ത്യ സഖ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയും. കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് DMKയുടെ രാഷ്ട്രീയം. ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. DMK തമിഴ്നാടിനെ വികസിത സംസ്ഥാനമാക്കിയില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തമിഴ്നാട്ടിലെ പ്രകടനം ഇന്ത്യ സഖ്യത്തെ തൂത്തെറിയുമെന്നും മോദി പറഞ്ഞു. 3 ദിവസങ്ങൾ പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ തുടരും. തമിഴ്നാട്ടിൽ സേലം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് റാലി. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലും പ്രധാനമന്ത്രി എത്തും. 24 ചെന്നൈ. വാർത്താമഴയിലേക്ക് വീണ്ടും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K. കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഹൈദരാബാദിൽ കവിതയുടെ വസതിയിൽ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ്. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ അരവിന്ദ് കെജ്രിവാൾ നാളെ കോടതിയിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണം. ഇന്ന് ഉച്ചയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും ഹൈദരാബാദിൽ കവിതയുടെ വീട്ടിൽ പരിശോധന തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട റെയ്ഡിന് ശേഷം കവിതയെ അറസ്റ്റ് ചെയ്തു. ചില രേഖകളും കവിതയുടെ ഫോണും ED കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സൂചന. കവിതയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യും. നേരത്തെ പലതവണ ED കവിതയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് BRS പ്രതികരിച്ചു. MLA ഹരീഷ് റാവു ഉൾപ്പെടെയുള്ളവർ കവിതയുടെ വീട്ടിലെത്തിയെങ്കിലും ED ഉദ്യോഗസ്ഥർ തടഞ്ഞു. വലിയ പ്രതിഷേധമാണ് BRS പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെതിരെ ED നൽകിയ പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി സെഷൻസ് കോടതി തള്ളി. ഇളവുകൾക്കായി വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. ഇതുവരെ 8 സമൻസുകൾ ED നൽകിയെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. 24 ചെന്നൈ. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വീണ്ടും വിമർശിച്ച് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ വിവരങ്ങളിൽ ബോണ്ടിന്റെ സീരിയൽ നമ്പർ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ SBI മറുപടി നൽകണം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്കെതിരെ CPIM വിമർശനം തുടർന്നു. എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാത്തത് എന്ന് ചോദിച്ച സുപ്രീം കോടതി ബോണ്ട് നമ്പറുകൾ വെളിപ്പെടുത്താത്തതിൽ SBIക്ക് നോട്ടീസ് നൽകി. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശിച്ചു. നമ്പറുകൾ വെളിപ്പെടുത്തിയാൽ ബോണ്ട് വാങ്ങിയവർ ആർക്കാണ് അവ നൽകിയതെന്ന് വ്യക്തമാകും. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. മുദ്രവച്ച കവറിൽ കൈമാറിയ രേഖകൾ തിരികെ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. രേഖകളുടെ പകർപ്പ് കൈവശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്മീഷന്റെ ആവശ്യം. വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പൂർണ്ണമായും കുറ്റമറ്റതല്ലെങ്കിലും പഴയ രീതിയെക്കാളും മെച്ചപ്പെട്ടതായിരുന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിലൂടെ കൈക്കൂലി നിയമവിധേയമാവുകയാണ് ചെയ്തതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. We actually moved amendments and successfully moved the amendments, which went back to the Lok Sabha, which rejected them because of the majority of the BJP. But the fears why all this debate took place in the parliament then was that this is nothing but the legalization of political corruption. And that's exactly being proved even by this elementary data. CPIM ഇലക്ട്രൽ ബോർഡ് സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്ത പാർട്ടിയാണെന്നും പണം കിട്ടാത്തതാണെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBIയിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPIM ഉം CPI. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ SBI നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി തുടർ നടപടി വ്യക്തമാക്കും. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്കയറിയിച്ച US-ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചു. നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. 237 ഹർജികളിലാണ് വിശദമായി വാദം കേൾക്കുക. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ എങ്ങനെ നടപ്പാക്കുമെന്ന് നിരീക്ഷിച്ചു വരികയാണെന്നായിരുന്നു US വിദേശകാര്യ വക്താവ് മാത്യു മില്ലറിന്റെ പ്രതികരണം. അമേരിക്കയുടെ പ്രസ്താവന അനാവശ്യമെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. നിയമം പൗരത്വം എടുത്തുകളയുന്നതിനെക്കുറിച്ചല്ല, പൗരത്വം നൽകുന്നതിനെക്കുറിച്ചാണ്. CAA മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നതാണെന്നും
രൺധീർ ജയ്സ്വാൾ മറുപടി നൽകി. The CA is about giving citizenship, not about taking away citizenship. So this must be underlined. It addresses the issue of statelessness, provides human dignity and supports human rights. പൗരത്വ ഭേദഗതി നിയമവിജ്ഞാപനത്തിനെതിരെ CPI, മുസ്ലിം ലീഗ്, DYFI ഉൾപ്പെടെ നൽകിയ 237 ഹർജികളിൽ ചൊവ്വാഴ്ച വിശദവാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. CAA വിജ്ഞാപനത്തെ തുടർന്ന് രജിസ്ട്രേഷൻ നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിലാണ് നടപടി. വാദം കേൾക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് വോട്ടർമാർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്ന് മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി 24നോട് പറഞ്ഞു. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് വമ്പൻ പോരാട്ടം. ബാഴ്സലോണയുടെ എതിരാളി PSG ആണ്. ആഴ്സണൽ ബയൺ മ്യൂണിക്കിനെയും അത്ലറ്റിക്കോ മാഡ്രിഡ് ബറൂസിയ ഡോട്ട്മുണ്ടിനെയും നേരിടും. ചാമ്പ്യൻസ് ലീഗിൽ ഇനി തീപ്പാറും പോരാട്ടങ്ങൾ. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായ റയൽ മാഡ്രിഡ്. മാഡ്രിഡിനെ സെമിയിൽ തകർത്തെറിഞ്ഞാണ് കഴിഞ്ഞ തവണ സിറ്റി ഫൈനലിലേക്ക് മുന്നേറിയത്. ജയം ആവർത്തിക്കാൻ സിറ്റിയും പകരം ചോദിക്കാൻ റയലും എത്തുമ്പോൾ ക്വാർട്ടർ പോരാട്ടം കടുക്കും. ബാഴ്സലോണയ്ക്ക് നേരിടാനുള്ളത് കിലിയൻ എംബാപ്പയുടെ PSG. ബാഴ്സ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചപ്പോൾ പരിശീലകനായിരുന്ന ലൂയിസ് എൻറിക്കെയാണ് ഫ്രഞ്ച് ക്ലബിന് ഇപ്പോൾ തന്ത്രങ്ങൾ ഓതുന്നതെന്ന മറ്റൊരു കൗതുകം. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിലെത്തിയ ആഴ്സണലിന് കാര്യങ്ങൾ എളുപ്പമല്ല. ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കാണ് സെമി സ്വപ്നങ്ങൾക്ക് മുന്നിലെ വിലങ്ങുതടി. കൂട്ടത്തിൽ അല്പം ഗ്ലാമർ കുറഞ്ഞ ക്വാർട്ടർ പോരിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടും. ക്വാർട്ടർ ആദ്യപാദ മത്സരങ്ങൾ ഏപ്രിൽ 9-നും 10-നും, രണ്ടാം പാദ മത്സരങ്ങൾ 16-നും 17-നുമായി നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.